മിഡിൽ ഈസ്റ്റിലെ യുദ്ധം യൂറോപ്പിന്റെ കഴുത്തിൽ കുരുങ്ങുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ഏറ്റവും വലിയ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് യൂറോപ്പിന്റെ ഊർജ്ജ വിപണിക്കാണ്. ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ യൂറോപ്യൻ വാതക വില ഒറ്റയടിക്ക് 35% കുതിച്ചുയർന്നത്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഖത്തറിലെ പ്രധാന ഗ്യാസ് ഫീൽഡിൽ ഇറാൻ നടത്തിയ കനത്ത ആക്രമണമാണ് യൂറോപ്പിനെ ഇരുട്ടിലാക്കിയത്. ഇതോടെ ഖത്തറിന്റെ LNG ഉൽപാദന ശേഷിയുടെ 17% ഇല്ലാതായത്. ഈ തകർച്ച പരിഹരിക്കാൻ കുറഞ്ഞത് 5 വർഷമെങ്കിലും എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $119 കടന്ന് കുതിക്കുകയാണ്. പ്രതിസന്ധി മറികടക്കാൻ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ നെട്ടോട്ടമോടുകയാണ്. പക്ഷേ വിപണിയിലെ ഭീതി ഒഴിയുന്നില്ല. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തോടെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം. ഇതിനായി ഇറാൻ നൽകിയ മറുപടിയാണ് ഖത്തറിലെ ഗ്യാസ് ഫീൽഡ് തകർത്തത്. ഇസ്രയേൽ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയതെന്നും ഇറാന് ഇനി ആണവായുധങ്ങളോ ബാലിസ്റ്റിക് മിസൈലുകളോ നിർമ്മിക്കാൻ ശേഷിയില്ല എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ വാതക കേന്ദ്രങ്ങൾക്കെതിരെ ഇനി ആക്രമണം നടത്തരുതെന്ന് ഇസ്രയേലിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലോകത്തിലെ 20% എണ്ണയും LNGയും കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചെറിയൊരു തീപ്പൊരി പോലും ലോകത്തെ മുഴുവൻ ബാധിക്കും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഉപരോധം നേരിടുന്ന ഇറാനിയൻ എണ്ണ കപ്പലുകളെ തുറന്നു വിട്ടേക്കുമെന്നും അമേരിക്കയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ നിന്ന് കൂടുതൽ എണ്ണ പുറത്തിറക്കുമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നോർത്ത് ഡക്കോട്ടയിൽ നിന്നുള്ള എണ്ണ ഉൽപാദനം കൂട്ടാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധകളത്തിൽ ഇറാൻ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ വില കൊടുക്കേണ്ടി വരുന്നത് യൂറോപ്പാണ്. എത്ര വലിയ ലോകശക്തികളാണെന്ന് അഹങ്കരിച്ചാലും ഇന്ധനമില്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക എഞ്ചിൻ ഓടില്ല എന്ന സത്യം യൂറോപ്പ് ഇപ്പോൾ വേദനയോടെ തിരിച്ചറിയുന്നു. കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഹോർമൂസ് വഴി കപ്പലുകൾ സുരക്ഷിതമായി ഓടിയാൽ പോലും പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ വർഷങ്ങളെടുക്കും. യൂറോപ്പിന് തൽക്കാലം ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു രക്ഷയുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.